അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കും നിമിഷങ്ങളിലേക്കും പ്രവേശിക്കാനിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞുപോയ റമളാനിൻ്റെ ദിവസങ്ങളും രാത്രികളും, ഓരോ രാത്രികളും പകലുകളും കൃത്യമായി ഉപയോഗിച്ചവരാരുണ്ടോ അവരാണ് ഈ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുക. അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ച ഈ റമളാന് നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാത്രം, ഇനിയുള്ള മണിക്കൂറുകൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ റമളാൻ നമുക്ക് അനുകൂലമായി കിട്ടും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ട നിർണായകമായ മണിക്കൂറുകളും ദിവസങ്ങളും പകലുകളും രാത്രികളൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഓരോ നിമിഷവും വിലയുള്ള വലിയ പ്രാധാന്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്താക്കിയ വളരെ പവിത്രമേറിയ സന്ദർഭവും സമയവുമാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇനിയൊരു റമളാൻ നമുക്കുണ്ടാകുമോ ഇല്ലയോ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മുടെ ആയുസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളും സമയങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളും മാത്രം ഉപയോഗിച്ചാൽ തന്നെ മതിയാകും റമളാൻ നമുക്ക് അനുകൂലമായി ലഭിക്കാൻ. അതിനുപകരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ നഷ്ടപ്പെടുത്തിയവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നൽകി, ഇപ്പോഴും ഇന്നും നൽകി. പല നീയത്തുകൾ മനസ്സിൽ കരുതി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ നീയത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഒരു 50 പേരുടെയോ 10 പേരുടെയോ 20 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുക്കാൻ കഴിയുന്നവർ അതൊന്നറിയിച്ചാൽ വലിയ സന്തോഷമാകും എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയ സമയത്ത് 3 സന്ദർഭങ്ങളിൽ ആമീൻ പറയുന്നുണ്ട്. ആ 3 സന്ദർഭങ്ങളിൽ ആമീൻ പറഞ്ഞതായിട്ട് ഹദീസുകളിലൊക്കെ കാണാം. അപ്പോൾ എന്താണ് ആ 3 സന്ദർഭങ്ങളിൽ ആമീൻ പറയാനുള്ള കാരണം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ ആമീൻ പറയുന്നു, രണ്ടാമതൊരു സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ വീണ്ടും ആമീൻ പറയുന്നു, മൂന്നാമത് സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ ആമീൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമീൻ പറയാനുണ്ടായ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് കൊടുത്തപ്പോൾ ആ ദുആക്ക് ആമീൻ പറഞ്ഞതാണ്. ആ ദുആ സ്വീകരിക്കട്ടെ, അള്ളാഹു ഉത്തരം ചെയ്യട്ടെ എന്ന രൂപത്തിൽ ആമീൻ പറഞ്ഞതാണ് എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ നബിതങ്ങൾ മിമ്പറിൽ കയറി ആമീൻ പറഞ്ഞ ആ 3 വിഷയങ്ങളും അത്ര ഗൗരവമുള്ള വിഷയമായിരിക്കുമല്ലോ. എന്താണ് ആ 3 വിഷയങ്ങൾ? അതിലൊന്ന് റമളാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ആദ്യം പറയാം. റമളാൻ ഒരാൾക്ക് ആഗതമായിട്ട്, റമളാൻ മാസം ഒരാൾക്ക് ലഭിച്ച്, റമളാൻ ലഭ്യമായിട്ട് മഗ്ഫിറത്ത് ലഭിക്കാതെ, പാപമോചനം ലഭിക്കാതെ റമളാൻ കൊണ്ട് വിജയിക്കാത്തവർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു ഗൗരവം എത്ര ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആരാണ് ദുആ ചെയ്യുന്നത്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണ് ദുആ ചെയ്തതെന്ന് പറഞ്ഞു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ ആമീൻ പറയുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ചാണ് ആമീൻ പറയുന്നത്? പള്ളിയിലെ മിമ്പറിൽ വെച്ച്. എല്ലാം കൊണ്ടും ഉത്തരം ലഭിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞ ഉത്തരം കിട്ടിയെന്ന് ഉറപ്പായി, അല്ല അത് സംഭവിക്കുന്ന ഉറപ്പായി. പള്ളിയിൽ വെച്ച് മിമ്പറിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ അതൊന്നും കൂടെ ശക്തി കൂടുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കെതിരാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടാൽ നമ്മൾ പെട്ടുപോയത് തന്നെ, നമുക്ക് നാശമാണ്, നമ്മൾ പരാജയത്തിലാണ്. മറ്റു 2 വിഭാഗങ്ങളെയും കൂടി പറയാം. റമളാനാണല്ലോ, അറിവ് പഠിക്കലും അത് അന്വേഷിക്കലും, ഇത് പലപ്പോഴും പലരും കേട്ട വിഷയങ്ങളാണ്. മറ്റൊന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, മാതാപിതാക്കളെ ലഭിച്ചിട്ടും സ്വർഗം ലഭിക്കാത്തവർ അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ആമീൻ പറഞ്ഞത്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്.
നമ്മുടെ മാതാപിതാക്കൾ ഹയാത്തിലുണ്ടായിട്ട് അവർക്ക് ഗുണം ചെയ്യാതെ, അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാതെ, ഒരു താൻ തോന്നിയെപ്പോലെ, തനിക്ക് തോന്നിയതുപോലെ ചെയ്യുന്നവർക്കാണ് താൻ തോന്നി എന്ന് പറയുക. ഒരു താൻ തോന്നിയെപ്പോലെ ജീവിച്ച് അവരവരുടെ സുഖവും കാര്യങ്ങളും ആലോചിച്ച് മാത്രം ജീവിക്കുന്ന താൻ തോന്നികളുണ്ടല്ലോ, അത്തരം ആളുകൾ, മാതാപിതാക്കളെ പരിഗണിക്കാതെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും എന്ന് വിചാരിക്കുന്നവർ, ഇത്തരം ആളുകൾക്കാണ് നാശം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആ വിഷയം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാണ്. മറ്റൊന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും ഗൗരവത്തിൽ പരിഗണിക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, റമളാൻ മാസം നമുക്ക് ലഭ്യമായിരുന്നിട്ടും ആ റമളാൻ കൃത്യമായി ഉപയോഗിക്കാത്തവർക്ക് നാശമാണ്. ഇനി അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇനി ഒരു റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സുന്നത്തിനൊരു ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, ഒരു നന്മക്ക് വളരെയധികം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന, വളരെ പുണ്യങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന വളരെ പവിത്രമേറിയൊരു മാസം നമ്മിലേക്ക് കടന്നു വന്നിട്ട്, പോയ 11 മാസക്കാലവും ഈ റമളാൻ മാസവും സെയിമാണ്, അത് തുല്യമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ വിഷമത്തിലാണ് കേട്ടോ. വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധമായ റമളാൻ മാസം, ഖുർആനിൻ്റെ വാർഷികാഘോഷിക്കുന്ന മാസമായിട്ട് ആ വിശുദ്ധ ഖുർആൻ ഒരു തവണ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, തറാവീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 11 മാസക്കാലവും ഈ മാസവും ഒരുപോലെയാണ്, അല്ല അതിനേക്കാൾ ഒന്നും കൂടെ മോശപ്പെട്ട രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ ഈ റമളാൻ നമുക്ക് അനുകൂലമായി ലഭിക്കുകയില്ല. റമളാൻ അനുകൂലമായി ലഭിച്ചിട്ടില്ലെങ്കിലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന ബരീഉം മിമ്മൻ ഖസമഹു ഷഹ്റു റമളാൻ പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞാൻ ഒഴിവാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ മതി? അതാണ് പറയുന്നത്. 1000 ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മളെല്ലാ ദിവസവും വീഡിയോയിൽ പറയുന്നുണ്ട്, എളുപ്പമാണ്. 1000 എന്ന് പറയുമ്പോഴേക്ക് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാനൊന്നും ചെയ്യേണ്ടതില്ല. ഓരോ നിസ്കാരത്തിന് 200 ഇസ്തിഗ്ഫാർ ചെയ്യാൻ 10 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ, ചെയ്ത് തീർക്കാവുന്നതാണ്. രണ്ടാമത്തെ ചെയ്യേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒരു മടി കൂടാതെ ആത്മാർത്ഥമായിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. വളരെ പവിത്രതയുള്ളതാണ്, വളരെ പവർഫുള്ളാണ്. രാത്രിയുടെ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, തറാവീഹ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. റമളാനിൻ്റെ പകലിലും രാത്രിയിലുമൊക്കെയായിട്ട് ഒരു 100 ആയത്ത് എങ്കിലും ചുരുങ്ങിയതായിട്ട് ഓതുക. അതിന് വലിയ പവിത്രതയുണ്ട്. ഖുർആന് നിനക്ക് ഖത്മ് തീർക്കാൻ സമയമല്ലേ, ഒരു 100 ആയത്ത് ഓതാൻ നിനക്ക് സമയമുണ്ടോ? എന്നാൽ നീ രക്ഷപ്പെട്ടു മോനെ. 100 ആയത്തെങ്കിലും ഓത്. അങ്ങനെ റമളാൻ അനുകൂലമാകാനുള്ള വഴികളെത്ത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ രാവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ഒരു ദുആ ധാരാളമായിട്ട് ചൊല്ലിക്കോ. അവസാനത്തെ 10 കഴിഞ്ഞാൽ പള്ളി മെഹ്റാബുകളിൽ നിന്നും ദുആ വേളകളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളമായി കേൾക്കാൻ സാധിക്കുന്ന ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു നമുക്ക് വലിയ തൗഫീഖും വലിയ സൗഭാഗ്യവും വലിയ റാഹത്തൊക്കെ നൽകും. വിശുദ്ധ റമളാൻ അനുകൂലമാകും. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കും. അത് ലഭിച്ചതിൻ്റെ അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു അവസരം നമുക്ക് ലഭിച്ചോളണമെന്നില്ല. കിട്ടിയ അവസരം
കൃത്യമായി ഉപയോഗപ്പെടുത്തി റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.